മോർണിംഗ്. എല്ലാ കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ രാവിലെ 5 മണി മുതലുള്ള കുറച്ച് വീട്ടുകാര്യങ്ങളൊക്കെയാണ് വ്ളോഗിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ കഞ്ഞിക്ക് വെള്ളമൊക്കെ വെച്ചിട്ട് അരിയൊക്കെ ഇട്ടു. പിന്നെ കാപ്പിക്ക് ഉണ്ടാക്കാനായിട്ട് പോകുന്നത് അപ്പമാണ്. തലേദിവസം തന്നെ മാവൊക്കെ അരച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് രാവിലെ ഒരല്പം ഉപ്പുപൊടിയും പഞ്ചസാര ഇട്ടിട്ട് ഒന്നുകൂടി ഒന്ന് കലക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇന്ന് കുറച്ച് പയറ് തോരൻ വയ്ക്കാനായിട്ടാണ് പോകുന്നത്. പിന്നെ കറിയായിട്ട് അപ്പത്തിനൊക്കെ കൂട്ടാൻ തലേ ദിവസം ചിക്കൻ വെച്ച കുട്ടിയിരിപ്പുണ്ടായിരുന്നു ഫ്രിഡ്ജിൽ. അപ്പോൾ ഞാൻ അതെടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അപ്പത്തിന് ചിക്കനാണ് കറി വെക്കുന്നത്. ഗ്രേവി കുറച്ച് കുറവായിരുന്നു. അതുകൊണ്ട് ഞാൻ ഒരു കിഴങ്ങും കൂടെ ഒന്ന് കഴുകി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് വേവിച്ച് കുറച്ച് പൊടിയും കൂടെ ചേർത്തിട്ട് ചിക്കനും കൂടെ ഇടാം. അപ്പോൾ ചോറിനും കറിയാകും അപ്പത്തിനും കറിയാകുമല്ലോ എന്ന് കരുതി. പിന്നെ അച്ചാറോ പുളിശ്ശേരിയോ അങ്ങനെ എന്തെങ്കിലും കാണും. അപ്പോൾ അതുകൂടെ ഇഷ്ടമുള്ളതനുസരിച്ച് അവർക്ക് കൊടുത്തും കൂടെ വിടുകയാണ് ചെയ്യുന്നത്. രാവിലെ അച്ഛനും മോനും രാവിലെ പോകും കേട്ടോ. അപ്പോൾ ചോറും കാപ്പിയൊക്കെ കൊടുത്തു വിടും. അപ്പോൾ ഞാൻ കിഴങ്ങ് വേകുന്നതിന് വേണ്ടിയിട്ട് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ കിഴങ്ങിലേക്ക് ഞാൻ ഒരല്പം ഉപ്പ് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടാണ് ആദ്യം വേവാനായിട്ട് വെക്കുന്നത്. അപ്പോൾ കിഴങ്ങ് ഇനി അവിടെ ഇരുന്നൊന്ന് വേവട്ടെ. അപ്പോഴത്തേക്കും പയർ അരിഞ്ഞെടുക്കാനായിട്ട് പോവുകയാണേ. അപ്പോഴേക്കും ഞാൻ കുറച്ച് കടിഞ്ചായക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ ആദ്യം തന്നെ കടിഞ്ചായയാണ് കുടിക്കുന്നത്. പിന്നെയാണ് പാല് കിട്ടിയിട്ട് പാൽ ചായ ഇടുന്നത് കേട്ടോ. അപ്പോൾ കടിഞ്ചായ ഇട്ട് കുടിച്ചിട്ട് പിന്നെ അപ്പുറത്തെ അടുപ്പിൽ തന്നെ അപ്പവും കൂടെ ഉണ്ടാക്കുവാണ്. അപ്പോൾ അപ്പത്തിന് മാവൊക്കെ ഒഴിച്ചൊന്ന് മൂടി വെച്ചിട്ട് അപ്പോഴത്തേക്കും പാല് വന്നിട്ടുണ്ടായിരുന്നു. പാലും കൂടെ ഞാൻ എടുത്തു. അപ്പോൾ അപ്പം ചുട്ട് കഴിയുമ്പോഴത്തേക്കും ഇപ്പോൾ അത്യാവശ്യം 3 അപ്പേ ഉണ്ടാക്കണമെന്നുള്ളൂ കേട്ടോ, കൊടുത്തു വിടാനായിട്ട് വേണ്ടി മാത്രം. അപ്പോൾ പാലും കൂടി ഒന്ന് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. നല്ല കടുപ്പത്തിലാണ് കേട്ടോ ചായ എടുക്കാറ്. 2-3 സ്പൂൺ പൊടിയെങ്കിലും ഇടും. അപ്പോൾ അതിനനുസരിച്ച് തന്നെ മധുരം വേണം. അപ്പോൾ പഞ്ചസാരയും കൂടി ഇട്ട് ഞാൻ അതിലേക്ക് വെക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ തിളച്ച് കഴിയുമ്പോൾ എടുത്തിട്ട് ചായ ആറ്റി എടുക്കുകയാണ്. പയറ് തോരൻ വയ്ക്കാനുള്ള എല്ലാം റെഡി ആയിട്ടുണ്ട്. കുറച്ച് സവാളയും കൂടെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തു. 2 പച്ചമുളകും എടുത്തു. തേങ്ങയും കൂടെ ചിരവി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൂടെ ചെയ്ത ശേഷം പാല് ചായ തിളച്ച് വന്നിട്ടുണ്ടായിരുന്നു. ചായയൊക്കെ എടുത്തു. ഒരു ഗ്ലാസ് ഞാനും കുടിച്ചു. അതിന് ശേഷമാണ് ഞാൻ അടുത്ത ജോലികളിലേക്കൊക്കെ പോയത്. രാവിലത്തെ ചായ കൂടി ഒന്നും ഒഴിവാക്കാനായിട്ട് പറ്റത്തില്ല കേട്ടോ. അതൊരു എനർജി എന്ന രീതിയിൽ അങ്ങ് പോകുന്നതാണ്. അപ്പോൾ ഇനി ഞാൻ ചായ കുടിക്കട്ടെ. ചായ കുടി കഴിഞ്ഞിട്ട് വേണം തോരൻ വയ്ക്കാനായിട്ട്. ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ചു. പിന്നെ കടുകൊക്കെ വറുത്ത് കറിവേപ്പിലേക്ക് ഇട്ട് മൂപ്പിച്ച ശേഷം പയറും സവാളയും മുളകും എല്ലാം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ അതിലേക്ക് തേങ്ങയും ചേർത്ത് മഞ്ഞൾപ്പൊടിയും പിന്നെ ഉപ്പുപൊടിയും കൂടെ ചേർത്തിട്ട് എല്ലാം കൂടി ഒന്ന് തട്ടിപ്പറ്റി മൂടി വെച്ച് ആവി കയറ്റിയാണ് വേവിക്കുന്നത്. വെള്ളം ഒന്നും ഒഴിച്ചു കൊടുക്കുന്നില്ല കേട്ടോ. ആവിക്കാണ് വേവുന്നത് കേട്ടോ. പിന്നെ ഞാൻ ഒതുക്കി എടുക്കാറില്ല. സാധാരണ തോരൻ ഇങ്ങനെ തേങ്ങ മുളകും അരിഞ്ഞിട്ടത് അങ്ങനെയൊക്കെയാണ് ചേർക്കുന്നത് കേട്ടോ. രാവിലെ ഇത്രയും വെളുപ്പിനൊക്കെ ചെയ്യുന്നതായതുകൊണ്ട് എനിക്ക് ഒതുക്കി എടുക്കാനൊന്നും അങ്ങനെ പറ്റാറില്ല. അപ്പോഴത്തേക്കും ചേട്ടായി കുളിച്ച് വന്നിട്ട് വിളക്കൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. എന്നും രാവിലെ ചേട്ടായിയാണ് കേട്ടോ വിളക്ക് വെക്കാറ്. അപ്പോൾ അടുക്കളയിലെ ജോലിയെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ എൻ്റെ അലക്ക് കുളിയൊക്കെ അത് കഴിഞ്ഞാണ് കേട്ടോ ചെയ്യുന്നത്. ഞാൻ കഴിഞ്ഞ വ്ളോഗിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, വെളുപ്പിനെ കുളിച്ചിട്ട് അടുക്കളയിൽ കയറുന്നതാണ് എനിക്കിഷ്ടം. പക്ഷേ ആരോഗ്യ പ്രശ്നം കാരണം രാവിലെ അത് പറ്റാറില്ല കേട്ടോ. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞു. അപ്പോഴത്തേക്കും ഞാൻ തുണി കഴുകി മെഷീനകത്താണ് തുണി കഴുകിയത്. തുണി കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. കുളിയൊക്കെ കഴിഞ്ഞ് വന്നു കഴിയുമ്പോഴും ഞാൻ എല്ലാം ഒന്ന് തുടച്ച് പെറുക്കി ഇട്ട ശേഷമാണ് അലക്കാനും കുളിക്കാനും ഇറങ്ങുന്നത്. എങ്കിലും എനിക്ക് സ്റ്റൗവിലൊക്കെ എന്തെങ്കിലും കിടക്കുമോ ഭിത്തിയൊന്നും തുടച്ചില്ല എന്ന് പോലും ഒക്കെ അങ്ങനെ തോന്നുകയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഒന്നുകൂടെ അതൊന്ന് വൃത്തിയായിട്ട് തുടച്ചിടും. എനിക്ക് അങ്ങനെയൊക്കെ കിടക്കുന്ന അതൊരു ഫിനിഷ് ആയില്ലെന്ന് തോന്നുകയാണെങ്കിൽ ഞാൻ ഒന്നുകൂടെ ചെയ്തിട്ടാണ് എൻ്റെ ബാക്കി കാര്യങ്ങളിലേക്കൊക്കെ പോവാറ്. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ചെറിയൊരു അടുക്കളയാണ്, പറ്റാവുന്ന രീതിയിലെല്ലാം ഞാൻ എപ്പോഴും ക്ലീൻ ചെയ്താണ് ഇടുന്നത്. അപ്പോൾ പിന്നെ പാത്രങ്ങളൊക്കെ കുറേ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. എപ്പോൾ നോക്കിയാലും പാത്രങ്ങൾ കഴുകി വെക്കുന്ന ആ പാത്രത്തിൽ എപ്പോഴും ഉണ്ടാകും കേട്ടോ. അത് ഞാനൊരു 2-3 വർഷം മുമ്പ് വാങ്ങിയൊരു പാത്രമാണ്. അപ്പോൾ അത് അപ്പടി മോശമായി പോയിട്ടുണ്ട്. ഇപ്പോൾ ഇനി അതൊന്ന് മാറ്റി വാങ്ങാറായിട്ടുണ്ട്. എങ്കിലും നല്ല ഉപകാരമാണ് കേട്ടോ. വെള്ളം വാർന്ന സിങ്കിലേക്ക് പൊക്കോളും. പിന്നെ നമുക്ക് കുറച്ച് സമയം കഴിയുമ്പോൾ അതത് സ്ഥാനത്തൊക്കെ എടുത്ത് വെച്ചാൽ മതി.
അപ്പോൾ പിന്നെ പാത്രമൊക്കെ എടുത്ത് വെച്ചു. പാത്രമൊക്കെ എടുത്ത് വെച്ച ശേഷം പിന്നെ അവിടെയൊക്കെ ഒന്ന് തുടച്ച് പെറുക്കിയിട്ടിട്ട് തുണിയൊക്കെ വാഷ് ചെയ്ത് അവിടെ ഇട്ടു. പിന്നെ ഇനി വേണം, എനിക്ക് മുകളിൽ മേഞ്ഞിട്ടുള്ളതുകൊണ്ട് മുകളിൽ ഷീറ്റ് മേഞ്ഞിട്ടുണ്ട്. അപ്പം അവിടെ തുണി ഇട്ടാൽ മതി. അപ്പോൾ കഴിഞ്ഞ വർഷമൊക്കെ ഈ കുറച്ച് നാളേ ആയുള്ളൂ കേട്ടോ അത് മേഞ്ഞ് കിട്ടിയിട്ട്. കഴിഞ്ഞ വർഷമൊക്കെ ഇങ്ങനെ വെയിൽ വരുമ്പം മഴക്കാലത്ത് ഇങ്ങനെ ചെറിയൊരു വെയിൽ വരുമ്പോഴത്തേക്കും ഓടി ഇറങ്ങി ചെന്ന് തുണിയൊക്കെ ഇട്ട് ഒന്ന് ഉണക്കി എന്ത് കഷ്ടപ്പാടായിരുന്നു എന്നറിയാമോ. ഇപ്പോൾ ഷീറ്റ് മേഞ്ഞ കൊണ്ട് അവിടെ എളുപ്പമുണ്ട്. തുണി അങ്ങ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്, പിന്നെ നമുക്ക് അതിൻ്റെ ഭാഗത്തേക്ക് നോക്കണ്ട. എനിക്ക് ഒരുപാട് പണി എളുപ്പമുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ വീഡിയോ ചെയ്ത് ഇതിന് വോയിസ് ഓവറും ഒക്കെ കൊടുത്ത് എഡിറ്റും ഒക്കെ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് മിക്കവാറും നല്ല പോണ സമയം എടുക്കുന്നുണ്ട് ഇതിനെല്ലാം. അതിനിടയ്ക്ക് എനിക്ക് വെയിലത്ത് തുണിയും കൂടെ ഉണങ്ങാൻ പോകണമായിരുന്നെങ്കിൽ ഇപ്പോൾ കഷ്ടപ്പെട്ടു പോയേനെ. പിന്നെ ഞാൻ കുറച്ച് പനിക്കൂർക്കയുടെ ഇല എടുക്കാനായിട്ടാണ് മുറ്റത്തേക്ക് ഇറങ്ങിപ്പോയത്. അപ്പോൾ നമ്മൾ ജനൽപ്പടിയിൽ വെറുതെ ഒരു കപ്പിനകത്ത് കുറച്ച് മണി പ്ലാന്റ് ഒക്കെ വെച്ച കൂട്ടത്തിൽ ഞാനത് പല്ലിയുടെ ശല്യം മാറാൻ വേണ്ടി വെക്കുന്നതാണ് കേട്ടോ. ആ ഇരിക്കണത് പച്ചപ്പൊടി ഇരിക്കുന്ന സമയത്ത് അങ്ങോട്ട് പല്ലി വരില്ല, എങ്കിലും ഉണ്ട് പല്ലി ശല്യം ഉണ്ട് കേട്ടോ. പിന്നെ അത് ഞാൻ അകത്തേക്ക് കൊണ്ടുപോയില്ല. അന്നേരം തന്നെ ശരിക്കും പറഞ്ഞിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്ത് ഇങ്ങോട്ട് വരുമ്പം അടുത്ത ജോലി ചെയ്യുന്ന കാര്യം ഫിനിഷ് ആകുന്നതിന് മുമ്പ് തന്നെ മറ്റെന്തെങ്കിലും ജോലി കാണും മുൻപിൽ. അപ്പം ഞാനതെല്ലാം എടുത്തു. പിന്നെ ഷർട്ടൊക്കെ പശ മുക്കാനുള്ളതും കൂടെ എടുത്തു വെച്ചിട്ട് വേണം ഇനി മുകളിലേക്ക് പോകാനായിട്ട്. കയറി പിന്നെ ഞാനിങ്ങനെ ചെയ്ത കാര്യങ്ങളെല്ലാം റിപ്പീറ്റ് ചെയ്ത് ഒന്നുകൂടെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കാണുന്നവർക്ക് കാര്യങ്ങൾ മനസ്സിലാകുമെങ്കിലും ഒരു വോയിസ് ഓവർ അതിൻ്റെ കൂടെ ഇരുന്നോട്ടെ എന്നോർത്താണ് ഓരോ കാര്യങ്ങൾ അങ്ങനെ ചെയ്തു എന്ന് വിശദീകരിക്കണം കേട്ടോ. അപ്പോൾ തുണി വിരിക്കാനായിട്ട് മുകളിലേക്ക് കയറി പോവാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഒരു ചെടി ഓൺലൈനിൽ വരുത്തിയതാണ്. അത് ഇവിടെയൊക്കെ കിട്ടണ ഒരു ശരിക്കും പറഞ്ഞാൽ നല്ല പൂ കണ്ടിട്ട് വാങ്ങിച്ചതാണ്. പക്ഷേ നമ്മുടെ ഇവിടെയൊക്കെ തൊടിയിലും പറമ്പിലൊക്കെ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നൊരു ചെടിയായിരുന്നു. എന്തായാലും ഓൺലൈനിൽ വരുത്തിയതാണല്ലോ എന്ന് കരുതിയിട്ട് അത് ബക്കറ്റിൽ നട്ടു. അപ്പോൾ ചേട്ടായി അത് എടുത്തുകൊണ്ട് പോയി മുകളിൽ വാർക്കയുടെ അവിടെ ഒരു വള്ളിയൊക്കെ കെട്ടിയിട്ട് പടർത്തി വിട്ടിട്ടുണ്ട്. അപ്പം നമുക്കതിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം. വെള്ളം ഒഴിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഇപ്പോൾ താഴേന്ന് ഒരു കുപ്പി വെള്ളവും കൂടെ അതിൻ്റെ കൂടെ തുണി എടുക്കുന്ന കൂട്ടത്തിൽ എടുത്തുകൊണ്ട് പോകും. ഇല്ലെങ്കിൽ പിന്നെ അത് മറന്നു പോകും. പിന്നെ ചില സമയത്തൊക്കെ ഉണങ്ങി നിൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഞാൻ ആ വെള്ളം എടുക്കാൻ വന്നപ്പം ഇത് കൂട്ട് പനിക്കൂർക്ക ഇല എടുത്തത് ഇരിപ്പുണ്ടായിരുന്നു. അത് കൊണ്ടുപോയി അവിടെ അടുക്കളയിൽ വെച്ചിട്ടാണ് പിന്നെ തിരിച്ച് കയറി പോയത്. അപ്പോൾ വെള്ളം ആ ചെടിക്ക് ഞാൻ അവിടെ ഒരു കുപ്പി ഇങ്ങനെ കട്ട് ചെയ്തും കൂടെ ബക്കറ്റിൽ വെച്ചിട്ടുണ്ട്. നമ്മൾ ഒരുപാട് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് പോകുന്ന അതും ആ ബക്കറ്റിലൂടെ അപ്പം തന്നെ ഒഴുകിപ്പോവും. അപ്പോൾ കുപ്പിയിൽ ചെറിയൊരു ദ്വാരം ഇട്ട് കൊടുത്തിട്ട് ചെറിയൊരു നൂല് അങ്ങോട്ട് ഇട്ടിട്ടുണ്ട്, തിരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലൂടെ ആകുമ്പോൾ ഓരോ തുള്ളി വെള്ളം കുറേശ്ശെയായിട്ട് അങ്ങ് ഇറങ്ങിക്കോളൂല്ലോ. പിന്നെ ഞാൻ എന്താ തുണിയൊക്കെ വിരിച്ച ശേഷമാണ് ഇറങ്ങിപ്പോകുന്നത് താഴേക്ക്. അപ്പോൾ എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോയ്ക്ക് ലൈക്ക് തരാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ.